ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ഏത്തവാഴ കൃഷി നശിച്ചതോടെ ഇത്തവണ ഓണവിപണിയിൽ ഉപ്പേരി ഉൾപ്പെടെയുള്ളവയ്ക്ക് വില കൂടും. നാടൻ ഏത്തക്കയുടെ ചിപ്സ് വിഭവങ്ങൾക്ക് കിലോയ്ക്ക് 450 രൂപയോളം വില വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വില ഉയരാനുള്ള സാധ്യത തന്നെയാണ് വ്യാപാരികളും പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 10 കോടിയോളം രൂപയുടെ നഷ്ടം വാഴകൃഷിയിൽ മാത്രമുണ്ടായിട്ടുണ്ട്. ഓണത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഉപ്പേരിയടക്കം എണ്ണയിൽ വറുത്തെടുക്കുന്നവയ്ക്കെല്ലാം ഇനി വില കൂടും. ശർക്കര വരട്ടിക്കും പഴം ചിപ്സിനും കിലോയ്ക്ക് 400 രൂപയിലധികം വില വരുന്നുണ്ട്. ജില്ലയിലെ ഏത്തവാഴ കൃഷിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള കുലകളും എത്തുന്നുണ്ട്. നമുക്കിപ്പോൾ ഏതൊക്കെ പറഞ്ഞത് വയനാട് കർണാടക ഭാഗത്ത് നിന്നാണ്. മാർക്കറ്റ് ഇപ്പം ഇന്നത്തെ മാർക്കറ്റ് 70 രൂപയായി. അവിടെ കയറ്റുന്നത് 70 രൂപ ഇപ്പോൾ ഇവിടെ വിലയാവും നമുക്ക്. ഇനി ഓണാകുമ്പോൾ ഒരാഴ്ച കൂടത്തേ ഉള്ളൂ, 90-80 ഏകദേശം ആവും. അതാ പറഞ്ഞില്ല, ഇപ്പം വെള്ളം കരയാവുകൊണ്ട് കായ്ക്ക് വാലയൊക്കെ ഒടിഞ്ഞു വീണല്ലയോ, അപ്പോൾ അത്രയും വിളച്ചിലുള്ള കായ് ഉള്ളൂ. ഇപ്പോൾ വിപണിയിലൊക്കെ വകയാറ് വിപണിയിലൊക്കെ അങ്ങനെ പോകാറുണ്ട്. വകയാറ് വിപണിയിലൊക്കെ ഇപ്പോൾ ഏത്തൻ മാർക്കറ്റ് 50 ഉള്ളൂ നാടൻ്റെ വിപണം. പക്ഷേ നമുക്ക് അതിനെക്കാട്ടും കർണാടക വയനാട് വില കൂടുതലാണ്. 70 രൂപ അവിടെ വിലയാണ്. ഇപ്പം നാടൻ കിട്ടുന്ന 50 രൂപ. പക്ഷേ അത് വാല ഒടിഞ്ഞു കൊണ്ട് കായ്ക്ക് വിളച്ചിലുള്ളതുകൊണ്ട് ആ വിലയ്ക്ക് പോകുന്നത്. മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ വാഴ കൃഷി ചെയ്യുന്നത് പമ്പ, അച്ചൻകോവിൽ ആറുകളുടെ തീരത്താണ്. വകയാർ, അടൂർ, പന്തളം, ചെന്നീർക്കര, വെൺമണി, വല്ലന തുടങ്ങിയ സ്ഥലങ്ങളിലും വ്യാപകമായി വാഴ കൃഷിയുണ്ട്. ഇവിടങ്ങളിലെല്ലാം കനത്ത മഴയും വെള്ളപ്പൊക്കവും നാശം വിതച്ചത് ഓണവിപണിയെ കൂടിയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.